എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസം മുന്നേ ശ്രീ പിണറായി വിജയൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗം കാണുകയുണ്ടായി. വെറുതെ അങ്ങ് പ്രകീർത്തിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാനും ഒരു പടി മേലെ പ്രതിഷ്ഠിച്ച് ആണ് അദ്ദേഹം സംസാരിച്ചത്. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ശ്രീ പിണറായി വിജയൻ ചരിത്രബോധമില്ലാത്ത വ്യക്തിയല്ല. അദ്ദേഹം ഒരു കാലഘട്ടത്തിനൊപ്പം നടന്നൊരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം വഴുവഴുപ്പുള്ള പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഒരു കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നന്നേ ബോധിച്ചു കാണും, നന്നായി സുഖിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. പ്രത്യുപകാരമായി ശ്രീ പിണറായി വിജയൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഈ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് SNDPയുടെ രാഷ്ട്രീയം അതല്ല. SNDPക്ക് വ്യക്തമായ നിലപാടുകളുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനം തന്നെയായിരുന്നു. എന്നും നീതി നിഷേധിക്കപ്പെട്ടവരെ ഒപ്പം ചേർത്ത് നിർത്തിയിട്ടുള്ള പാരമ്പര്യമേ SNDPക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാമുദായിക സമത്വം ഒരു സാമുദായിക സമത്വത്തിന് വേണ്ടിയുള്ള ഒരു സംഘടിത യജ്ഞം ആദ്യമായി ഉണ്ടായത് SNDPയുടെ ആരംഭത്തോടു കൂടിയാണ്. യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി നാരായണ ഗുരു തെരഞ്ഞെടുത്തത് കുമാരനാശാനെയായിരുന്നു. അദ്ദേഹം 16 വർഷത്തോളം സെക്രട്ടറിയായി തുടരുകയും ചെയ്തു. യോഗത്തിൻ്റെ മുഖപുത്രമായ വിവേകോദയത്തിൻ്റെ പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു സെക്രട്ടറി എന്ന നിലയിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ നിസ്തുലമാണ്. പിന്നോക്ക സമുദായങ്ങൾക്കാണ്, ഈഴവ സമുദായത്തിന് വേണ്ടി മാത്രമല്ല. അദ്ദേഹം ഒരു കാൽപ്പനിക കവി ആയിരുന്നില്ല. പ്രത്യുത സാമൂഹ്യ വ്യവസ്ഥകളുമായി നിരന്തരം കലഹിക്കുകയും സാമൂഹിക നവനിർമ്മിതിക്കായി യത്നിക്കുകയും കൂടി ചെയ്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് തിരുവിതാംകൂർ നിയമസഭയിൽ ഈഴവർക്ക് പ്രാതിനിധ്യം ലഭിച്ചത്. അദ്ദേഹവും നിയമസഭയിൽ അംഗമായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് യോഗം ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരത്തിലും ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിലും മദ്യവർജന പ്രക്ഷോഭത്തിലും അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ നേതൃനിരയിലുണ്ടായിരുന്നത് പ്രതിഭാധനരായ ഒരു പറ്റം ആൾക്കാരായിരുന്നു. പ്രഥമ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിനായി അദ്ദേഹം നടത്തിയ സംഭാവനകൾ വളരെ വലുതുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞുണ്ടായത് TK മാധവനായിരുന്നു. TK മാധവൻ്റെ കാലത്താണ് സംഘം ഒരു കരുത്തുറ്റ അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളൊരു സംഘടനയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് SNDP യോഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായി മാറിയതും. ഇന്ന് നാം കാണുന്ന SNDPയുടെ അസ്ഥിവാരം ഇട്ടതും അദ്ദേഹമാണ്. മാത്രമല്ല, പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധേയമായതും അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ്. പിന്നീട് വന്ന സെക്രട്ടറി C കേശവൻ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ഉണ്ടായത്. മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ഈഴവ സമുദായത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അതൊരു വൻ വിജയമായിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ ഈ പ്രസ്തുത സമുദായങ്ങൾക്കെല്ലാം തന്നെ കോളേജിൽ പ്രവേശനാനുമതി ലഭിക്കുകയും ചെയ്തു. സർക്കാർ നിയമനങ്ങൾക്കായി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. അതുപോലെ പട്ടാളത്തിൽ ആർക്കും ചേരാം, എല്ലാ സമുദായങ്ങൾക്കും ചേരാമെന്നായി. അങ്ങനെ നായർ പട്ടാളം എന്നുള്ള പേര് മാറുകയും ചെയ്തു. പിന്നീട് O. ശങ്കർ
വന്ന ജനറൽ സെക്രട്ടറിയാണ് ഒ ശങ്കർ ഉന്നത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തതിൻ്റെ ഫലമായി കൊല്ലം SN കോളേജ് സ്ഥാപിതമായി, അതുപോലെ പല പല സ്ഥാപനങ്ങളും. അപ്പം ഇവരുടെയൊക്കെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആണ് ഇന്ന് ഈ കാണുന്ന SNDP മുന്നോട്ട് പോകുന്നത്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണ് ഇന്നത്തെ സെക്രട്ടറിയും SNDP ഒക്കെ. അത് ശ്രീ പിണറായി വിജയനെ അറിയാത്ത കാര്യമൊന്നുമല്ല. പിന്നെ ശ്രീ പിണറായി പറയുന്നത്, വിജയൻ പറയുന്നത്, കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് ചില ഇൻറ്റൻഷൻസ് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹം വളരെ സൗകര്യപൂർവ്വം മറന്നു പോകുന്നൊരു പേരുണ്ട്, പി ഗംഗാധരൻ. പിണറായി പാറപ്പുറം യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, പ്രസന്നമാഷ് എഴുതിയ ജീവചരിത്രം കരയാതെ വായിക്കാൻ പറ്റില്ല. അത്രയും ത്യാഗോജ്വലമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. SNDPയുടെ വ്യക്തിത്വം ആരുടെ മുന്നിലും പണയം വയ്ക്കാൻ SNDP തയ്യാറായിരുന്നില്ല. അത്രയും കരുത്തുറ്റ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. ആ പ്രസ്ഥാനത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ പാർട്ടി നിയോഗിച്ച വ്യക്തിയാണ് പി ഗംഗാധരൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി SNDP പാർട്ടിയോട് അടുക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം SNDPയുടെ ഒരു ജാഥയിൽ അദ്ദേഹം പങ്കെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് ശ്രീ പിണറായി വിജയൻ സൗകര്യപൂർവ്വം മറന്നു. അദ്ദേഹം സാമുദായിക സംഘടനയിൽ പോയി അവരെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. അതും രാഷ്ട്രീയമായി ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്ത്. ഇതിനു മുന്നേ ഇരുന്ന പ്രതിഭാധനരായ സെക്രട്ടറിമാരാരും തന്നെ വർഗീയ വിഷം ചീറ്റിയിരുന്നില്ല. അവരെല്ലാം ഗുരുവിൻ്റെ ദർശനങ്ങൾ അതേപടി സമൂഹത്തിൽ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് SNDP ആ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം മറ്റുള്ളവരെ അതുപോലെ തന്നെ ഗുരുവിൻ്റെ അതിനുശേഷം വന്ന ശ്രീ കുമാരനാശാനും അതിനുശേഷം വന്ന സെക്രട്ടറിമാരും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. മദ്യവർജനം അവരെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് മദ്യം വിൽക്കുകയാണല്ലോ. മാത്രമല്ല, ഗുരുവിൻ്റെ പടം വെച്ചാണ് മദ്യം വിൽക്കുന്നത്. വർഗീയ വിഷം ചീറ്റുന്നത്. ഇതൊക്കെ ശ്രീ പിണറായി വിജയൻ സൗകര്യപൂർവ്വം മറന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാനും മേലെ പ്രതിഷ്ഠിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഒരു SNDP പോലെയുള്ളൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും രണ്ടുപേരോടും, പ്രത്യേകിച്ച് SNDP പോലെയുള്ളൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ ഇരിക്കുന്ന ആൾക്ക് ആ സമുദായം കടന്നുപോയ വഴികളെക്കുറിച്ചുള്ളൊരു സാമാന്യ ബോധമെങ്കിലും വേണമെന്നുള്ളതാണ്. എല്ലാം ജനങ്ങൾ കാണുന്നുമുണ്ട്. നാളെ എന്തായാലും സമൂഹം അതിന് വിധി എഴുതുകയും ചെയ്യും. നന്ദി, നമസ്കാരം.